നമസ്കാരം. മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിനിൽ ഡ്യൂട്ടിക്കിടെ ടിടിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ നിർണായക വെളിപ്പെടുത്തലുകളുമായി സഹയാത്രികർ രംഗത്തെത്തിയതോടെ കേസിൽ പുതിയ ട്വിസ്റ്റ്. സംഭവ സമയത്ത് അതേ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന എറണാകുളം സ്വദേശിയായ ദിൽഷാദും സുഹൃത്തുമാണ് സോഷ്യൽ മീഡിയയിലൂടെ വിവരങ്ങൾ പുറത്തുവിട്ട് ടിടിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടിടിയുടെ ഭാഗത്താണ് പൂർണ്ണമായ ന്യായമെന്നും ഇയാളെ ക്രൂരമായി ആക്രമിച്ച യുവതിയുടെ ഭാഗത്തല്ല തങ്ങളെന്നും ഇരുവരും വ്യക്തമാക്കി. ജനറൽ ടിക്കറ്റ് എടുത്ത് കയറിയ യുവാക്കൾ ടിക്കറ്റ് സ്ലീപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാനായി ടിടിയെ കാണാൻ എത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവം നേരിട്ട് കാണുന്നത്. യുവതി ടിടിയെ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം പറയുകയും തുടർന്ന് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് മുഖത്തടിക്കുകയായിരുന്നെന്ന് യുവാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. തർക്കത്തിനിടെ വാതിലിനരികിൽ നിന്ന് രണ്ടുപേരും ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വീഴാൻ പോയെന്നും തങ്ങൾ സമയത്തിന് ഇടപെട്ട് പിടിച്ചു നിർത്തിയതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായതെന്നും യുവാക്കൾ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. പോലീസിനെ വിളിക്കുമെന്ന് ടിടി പറഞ്ഞപ്പോൾ താൻ എന്നെ കയറി പിടിച്ചെന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞോളാം എന്ന് യുവതി ഭീഷണിപ്പെടുത്തിയതായും സഹയാത്രികർ വെളിപ്പെടുത്തി. ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം ടിടിക്കൊപ്പമാണ് നിന്നത്. ആളുകൾ പകർത്തിയ വീഡിയോയിൽ തങ്ങളുടെ മുഖവും വന്നതുകൊണ്ടാണ് കാര്യങ്ങൾ വ്യക്തമാക്കാൻ വീഡിയോ പങ്കുവച്ചതെന്നും തങ്ങൾ യാതൊരു കാരണവശാലും ആ യുവതിക്കൊപ്പമല്ല എന്നും യുവാക്കൾ അഭ്യർത്ഥിച്ചു. പാലക്കാട് ഡിവിഷനിലെ TTS സുജിത്തിനാണ് ഡ്യൂട്ടിക്കിടെ യുവതിയിൽ നിന്നും ക്രൂരമായ അതിക്രമം നേരിടേണ്ടി വന്നത്. പട്ടിത്തറ സ്വദേശി KP ശ്രുതിയാണ് തന്നെ മർദ്ദിച്ചത് എന്ന് കാട്ടി സുജിത്ത് റെയിൽവേ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മർദ്ദനമേറ്റ് മുഖത്ത് ചോരയുമായി നിൽക്കുന്ന സുജിത്തിന്റെ ദൃശ്യങ്ങൾ നേരത്തെ സാമൂഹിക മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിച്ചിരുന്നു. ജനറൽ ടിക്കറ്റുമായി ഫറോക്കിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് യാത്ര ചെയ്യാനായി സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ കയറിയ യുവതിയോട് ലേഡീസ് കോച്ചിലേക്ക് മാറാൻ നിർദ്ദേശിച്ചതാണ് വലിയ തർക്കത്തിലും ഒടുവിൽ ചോരയിട്ടുന്ന ആക്രമണത്തിലും കലാശിച്ചത്. സംഭവത്തിൽ റെയിൽവേ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ താൻ ചെയ്ത കുറ്റം മറയ്ക്കാനായി ടിടി തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് യുവതിയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എങ്കിലും യാത്രക്കാരുടെയും സഹയാത്രികരുടെയും കൃത്യമായ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടെ യുവതിയുടെ വ്യാജ പരാതിയും നാടകങ്ങളും പൊളിയുകയാണ്. ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വ്യാജ കേസിൽ കുടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടി വേണം എന്നാണ് ജനങ്ങളിൽ നിന്നും ഉയരുന്ന ആവശ്യം. ട്രെയിൻ യാത്രക്കിടെ ടിടിക്ക് നേരെ നടന്ന ദാരുണമായ ആക്രമണവും അതിന് പിന്നാലെ ഉയർന്ന വ്യാജ ആരോപണ ഭീഷണികളും റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷയെയും ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ സംരക്ഷണത്തെയും വീണ്ടും ചോദ്യം ചെയ്യുന്നതാണ്. എന്നാൽ കൃത്യസമയത്ത് സത്യസന്ധതയോടെ മുന്നോട്ട് വന്ന സഹയാത്രികരുടെ നിർണായക വെളിപ്പെടുത്തലുകൾ ഉദ്യോഗസ്ഥന് തുണയാവുകയും വ്യാജ കഥകളുടെ മുനയൊടിക്കുകയും ചെയ്തിരിക്കുകയാണ്. സ്വന്തം വീഴ്ച മറച്ചുപിടിക്കാൻ വ്യാജ പരാതി ഉന്നയിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെയും ഉദ്യോഗസ്ഥർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയും ശക്തമായ നിയമ നടപടി ഉണ്ടാവേണ്ടതുണ്ട്. റെയിൽവേ പോലീസിന്റെ നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ അക്രമം കാട്ടിയവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. എന്നാലും പട്ടിത്തറ സ്വദേശിയായ ശ്രുതിയുടെ പരാതിക്ക് കഴമ്പില്ല എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ നൽകുന്ന മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്.